സ്നേഹമുള്ളവരെ, 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാളും വിലയേറിയതാണ് പരീക്ഷണങ്ങളിൽ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണോ? വിശ്വാസമാണല്ലേ? എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാമോ? പണി പാളി. നെഞ്ചി കൈവച്ച് പറയാവോ ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാമോ? എന്നാൽ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന് വിശ്വാസമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ജോബ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഒരു ദിവസം പിശാച് ജോബിന്റെ മേൽ കണ്ണ് വെച്ചിട്ട് ദൈവസന്നിധിയിൽ ചെന്നു. അപ്പൊ ദൈവം ചോദിച്ചു, നീ എൻ്റെ ദാസനായ ജോബിന്റെ മേൽ കണ്ണ് വെച്ചല്ലേ? അവനെപ്പോലെ നിർമ്മലനും നിഷ്കളങ്കനും നന്മ പ്രവർത്തിക്കുന്നവനും നല്ലത് മാത്രം ചെയ്യുന്നവനുമായി ഭൂമിയിൽ ആരാണുള്ളതെന്ന് ദൈവം പിശാചിനോട് ചോദിച്ചു. അപ്പൊ പിശാച് പറഞ്ഞ്, അങ്ങവന് സർവസമ്പത്തും ഐശ്വര്യവും സർവ്വതും കൊടുത്തത് കൊണ്ടല്ലേ അവൻ അങ്ങയെ തള്ളിപ്പറയാത്തത്? അവന് ഇപ്പം അനുഭവിക്കുന്ന ഏതെങ്കിലും സുഖസൗകര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു നോക്കിയേ, അവൻ അപ്പോൾ അങ്ങയെ തള്ളിപ്പറയുന്നത് കാണാമെന്ന് പിശാച് ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, എന്നാലും അവൻ എന്നെ തള്ളിപ്പറയുകയില്ല. അത്ര വിശ്വാസമായിരുന്നു ദൈവത്തിന് ജോബിന്. അങ്ങനെ പിശാച് ജോബിന്റെ സർവ്വസമ്പത്തിന്മേലും സർവ്വ അധികാരത്തിന്മേലും സർവത്തിന്മേലും സർവ്വതും തകർക്കുകയാണ്. ജോബിന്റെ ശരീരം മുഴുവൻ വ്രണം കൊണ്ട് മൂടിക്കിടക്കുമ്പോഴും ജോബ് ഓട്ട് കഷ്ണം കൊണ്ട് ശരീരമാകെ ചൊറുകിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ജോബിന്റെ ഭാര്യ പോലും ജോബിനോട് പറയുകയാണ്, മനുഷ്യ, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി മരിച്ചുകൂടെ എന്നാ ചോദിക്കുന്നത്. പക്ഷെ ഇതിലൊന്നിലും ജോബ് തകർന്നു പോകുന്നില്ല. ജോബ് ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ജോബിന്റെ പുസ്തകം 2:10 പറയുന്നു, ഇത്രയൊക്കെമായിട്ടും ജോബ് നാവ് കൊണ്ട് ദൈവത്തെ ദുഷിച്ചു പറഞ്ഞില്ല, നാവ് കൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. സ്നേഹമുള്ളവരെ, ഈ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ നിങ്ങൾ ഉറപ്പായും ദൈവത്തെ തള്ളിപ്പറയുകയില്ലേ? തള്ളിപ്പറയും. ഞങ്ങൾ അങ്ങനെയുള്ളവരാകരുത്. ഏത് പരീക്ഷണങ്ങളിലും അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ സങ്കേതമാണ്, അവൻ എൻ്റെ ഉറപ്പുള്ള ഗോപുരമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. കൂടെ നിൽക്കുന്നവർ പോലും കൂടെ നിന്നില്ലെങ്കിലും കൂടെ നിൽക്കാമെന്നുറച്ചൊരു ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. നിന്നെ അവൻ കാത്തു പരിപാലിക്കും. ജോബ് ദൈവത്തെ ഇത്രയൊക്കെ ആയിട്ടും ജോബ് നാവ് കൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവസാനം ജോബിന് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായി 7 ഇരട്ടിയായി ദൈവം തിരിച്ചു കൊടുത്തു. നിങ്ങൾക്കും അവൻ അതിന്റെ ഇരട്ടിയായി തിരിച്ചു നൽകും. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷപ്പെടും. ദൈവം കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കും.